അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നമസ് സ്വദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീനി വൽ ആമിലീന അലൈഹാ വൽ മുഅല്ലഫതി ഖുലൂബുഹും വഫിർ റിഖാബി വൽ ഗാരിമീന വഫീ സബീലില്ലാഹി വബിനിസ് സബീൽ ഫരീളതം മിനല്ലാഹ് വല്ലാഹു അലീമുൻ ഹകീം. സ്വദഖല്ലാഹുൽ അലിയുൽ അലീം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സക്കാത്ത് സീരീസിൻ്റെ 5ാമത്തെയും അവസാനത്തതുമായ ഈ എപ്പിസോഡിൽ സക്കാത്തിൻ്റെ അവകാശികളെക്കുറിച്ചും സക്കാത്ത് വിതരണത്തെക്കുറിച്ചുമാണ് പറയാനുള്ളത്. സക്കാത്തിൻ്റെ അവകാശികളിൽ 4 വിഭാഗത്തെക്കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു. ലിൽ ഫുഖറാഇ വൽ മസാകീനി വൽ ആമിലീന അലൈഹ വൽ മുഅല്ലഫതി ഖുലൂബുഹും. ഫക്കീർ, മിസ്കീന്, അതുപോലെ സക്കാത്തിൻ്റെ പണിക്കാർ, പിന്നെ പുതുതായിട്ട് ഇസ്ലാമിലേക്ക് വന്ന ആളുകൾ. ഈ 4 ആളുകൾക്ക് പ്രത്യേക പർപ്പസിന് വേണ്ടി നൽകുന്നതല്ല, അവർ അതിന് അർഹരാണ്. ഇനി പറയുന്ന 4 വിഭാഗം, മൊത്തം 8 എണ്ണമാണ്. ഇനി പറയുന്ന 4 എണ്ണം പ്രത്യേക പർപ്പസുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. അതിലൊന്നാമത്തത് മോചനക്കരാറിലേർപ്പെട്ട അടിമയാണ്. വഫിർ റിഖാബി, അടിമക്കാണ്. അടിമ മോചനത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്. അടിമക്ക് മറ്റൊരാവശ്യത്തിന് വേണ്ടിയിട്ടും നൽകാൻ പറ്റില്ല. മോചനക്കരാറിലേർപ്പെട്ട അടിമക്ക് മോചനത്തിന് വേണ്ടി മാത്രം. അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് കടം കൊണ്ട് വലയുന്ന ആളുകളാണ്. കടം വീട്ടാൻ വേണ്ടി മാത്രമാണ്. കടമെന്ന് പറഞ്ഞാൽ സ്വന്തത്തിനോ ആശ്രിതർക്കോ ജീവിക്കാൻ വേണ്ടി വാങ്ങിയ കടമാകാം. ഇനി നാട്ടിലുള്ള വല്ല സംഘടനയോ തർക്കോ തീർപ്പാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയ കടമാകാം. ഇനി മറ്റൊരാളുടെ കടത്തിന് ജാമ്യം നിന്നിട്ട് കടക്കാരനായതാകാം. ഒരു സുഹൃത്തിന് വേണ്ടി കടത്തിന് ജാമ്യം നിന്നു, സുഹൃത്തിന് കൊടുക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അദ്ദേഹം മരണപ്പെട്ടു പോവുകയോ മറ്റോ സംഭവിച്ചു. അങ്ങനെ ആ കടം സ്വന്തത്തിൻ്റെ പേരിലായിട്ട് അങ്ങനെ ബാധ്യതയുള്ള ആളാണ്. ചിലപ്പോൾ കടക്കാരനായിട്ടുള്ള ആൾ സ്വയം ധനികനായിരിക്കാം, പക്ഷേ ഇങ്ങനെ വല്ല ആവശ്യത്തിനു വേണ്ടി വലിയൊരു കടം അദ്ദേഹത്തിൻ്റെ മേൽ ബാധ്യതയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ കടം വീട്ടാൻ വേണ്ടി സക്കാത്ത് നൽകാം. മൂന്നാമത്തത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവർക്കാണ്. ജിഹാദ് ചെയ്യുന്ന നാട്ടിൽ അവർക്ക് ജിഹാദിൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം സക്കാത്ത് നൽകാം. അവരുടെ നാട്ടിലല്ല, ജിഹാദ് ചെയ്യുന്ന നാട്ടിൽ. നാലാമത്തത് ഇബ്നു സബീൽ, യാത്രക്കാരാണ്. യാത്ര ചെയ്യുന്ന ആവശ്യത്തിന്, യാത്രയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് അവർക്ക് നൽകാവുന്നത്. യാത്ര എന്നത് പഠനത്തിനോ ജോലിക്കോ, ഇനി ഹലാലായ മറ്റെന്ത് യാത്രയുമാകാം, വിനോദയാത്രയാകാം. യാത്ര പുറപ്പെടുന്ന നാട്ടിലും നൽകാം, യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന നാട്ടിൽ വെച്ചും നൽകാം. അതായത് നമ്മുടെ നാട്ടിലൂടെ ഒരാൾ യാത്ര ചെയ്യുന്നു, വേറെ ഏതോ നാട്ടുകാരനാണ്, അദ്ദേഹം ഇപ്പോൾ ഒരു ആവശ്യക്കാരനായിട്ട് മാറി എങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കാം. ഇനി അതല്ല, നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു നാട്ടുകാരൻ യാത്ര പുറപ്പെടുകയാണ്, അദ്ദേഹത്തിന് യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള, യാത്രാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ചെലവിന് അദ്ദേഹത്തിന് സക്കാത്ത് നൽകാം. പഠനാവശ്യത്തിനോ ബിസിനസ് ആവശ്യത്തിനോ വിനോദയാത്രക്കോ ഒക്കെ ആകാം. ഈ 8 വിഭാഗമാണ്. ആദ്യം പറഞ്ഞ 4 വിഭാഗം, ഇന്ന് പറഞ്ഞ 4 വിഭാഗം. ഇങ്ങനെ 8 വിഭാഗത്തിനാണ് സക്കാത്ത് നൽകാവുന്നത്. ഈ പറഞ്ഞതിൽ പല വിഭാഗവും ഇന്ന് നിലവിലുള്ളതല്ല. ഉദാഹരണത്തിന് മോചന കരാറിലേർപ്പെട്ട അടിമത്തമില്ലാത്തത് കൊണ്ട് അത്തരത്തിലുള്ള ഒരു വിഭാഗം ഇന്ന് നിലനിൽക്കുന്നില്ല. അതുപോലെ സക്കാത്തിൻ്റെ പണിക്ക് വേണ്ടി നിശ്ചയിച്ച ആളുകൾ, അങ്ങനെ ഒരു കാറ്റഗറി ഇന്ന് നിലനിൽക്കുന്നില്ല. ഭരണാധികാരി സക്കാത്ത് പിരിക്കുന്ന സമയത്താണ് അതുള്ളത്. അതുപോലെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന ആളുകൾ ആസച്ച് അങ്ങനെ ഒരു കാറ്റഗറി ഇന്ന് നിലനിൽക്കുന്നില്ല. അപ്പോൾ ഇതിൽ 5 കാറ്റഗറിയാണ് പൊതുവേ നിലനിൽക്കുന്നത്. അതിൽ തന്നെ ഇസ്ലാം സ്വീകരിച്ച ആളുകളും എല്ലാ നാട്ടിലും എല്ലാ കാലത്തും വലിയൊരളവിൽ നിലനിൽക്കുന്നതല്ല. 4 എണ്ണമാണ് കൂടുതലായിട്ട് നിലനിൽക്കുന്നത്. ഈ പറഞ്ഞ ഖുർആനിൽ പറഞ്ഞ 8 അവകാശികളാണ്. അവർക്ക് മാത്രമാണ് സക്കാത്ത് നൽകാവുന്നത്. അവർക്ക് നൽകിയാൽ മാത്രമാണ് സക്കാത്ത് വീടുന്നത്. ഇനി പറയുന്നത് സക്കാത്തിൻ്റെ വിതരണത്തെക്കുറിച്ചാണ്. സക്കാത്തിൻ്റെ വിതരണം, സക്കാത്തിൻ്റെ നിസാബെത്തി, അതിൻ്റെ അളവനുസരിച്ച് സക്കാത്ത് നീക്കി വെച്ച് കഴിഞ്ഞാൽ, നീക്കി വെച്ച മുതൽ എൻ്റെ സക്കാത്താണ് എന്ന നിയ്യത്ത് വേണം. ഒന്നുകിൽ മുതൽ നീക്കി വെക്കുമ്പോൾ നിയ്യത്ത് ചെയ്യണം, അല്ലെങ്കിൽ അത് നൽകുമ്പോൾ നിയ്യത്ത് ചെയ്യണം. ഞാൻ എൻ്റെ സക്കാത്ത് നൽകുന്നു എന്ന നിയ്യത്ത്. അത് സക്കാത്ത് ശരിയാകാൻ നിർബന്ധമാണ്. കാരണം സക്കാത്ത് നിസ്കാരം പോലെ അള്ളാഹുവിൻ്റെ ഖുർബ്, അള്ളാഹുവിൻ്റെ സാമീപ്യം ആഗ്രഹിച്ച് ചെയ്യുന്ന ഒരു ആരാധനയാണ്. നിസ്കാരത്തെയും സക്കാത്തിനെയും ഒരേപോലെ ഖുർആൻ പരാമർശിച്ചതും, സക്കാത്ത് നിഷേധിച്ചവരോട്, സക്കാത്തിൻ്റെയും നിസ്കാരത്തിൻ്റെയും ഇടയിൽ വേർതിരിവുണ്ടാക്കുന്നവരോട് യുദ്ധം ചെയ്യുമെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് അദ്ദേഹം പറഞ്ഞതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് സക്കാത്ത് നിസ്കാരം പോലെയുള്ള ഒരു ആരാധനയാണ്. ഒരു വ്യക്തിയുടെ മേൽ ബാധ്യതയായിട്ടുള്ള ഫർള് ഐനായിട്ടുള്ള ഒരു ആരാധനയാണ്. അതിന് നിയ്യത്ത് വേണം.
അതുപോലെ അത് അവകാശികൾക്ക് നൽകുക എന്നുള്ളതാണ് സക്കാത്ത് വീടാൻ വേണ്ട മറ്റൊരു ഫർള്. അവകാശികൾക്ക് തന്നെ നൽകണം. അവകാശികളൊക്കെ വ്യക്തികളാണ്. അതൊരു സംഘടനക്കോ സംവിധാനത്തിനോ നൽകിയാൽ പോരാ, വ്യക്തികൾക്ക് തന്നെ നൽകണം. ഈ പറഞ്ഞ 8 കാറ്റഗറിയും വ്യക്തികളാണ്. ഈ 8 അവകാശികളിൽ ആരൊക്കെയാണോ നാട്ടിലുള്ളത് അവർക്ക് തുല്യമായിട്ട് 8 നേരത്തെ പറഞ്ഞു 5 പൊതുവെ ഉണ്ടാകുക ഇക്കാലത്ത്. 5 ഉണ്ടെങ്കിൽ ഇനി 4 ഉള്ളതെങ്കിൽ 4 അവകാശികൾക്കും തുല്യമായിട്ട് കൊടുക്കണം. ഓരോ വിഭാഗത്തിലും ചുരുങ്ങിയത് 3 വ്യക്തികളെ ഉൾപ്പെടുത്തണം. 4 കാറ്റഗറിയാണ് ഉള്ളതെന്ന് വെക്കുക. മിസ്കീനുണ്ട്, ഫക്കീറുണ്ട്, അതുപോലെ കടം കൊണ്ട് വലഞ്ഞ ആളുകളുണ്ട്, യാത്രക്കാരുണ്ട്. ഈ 4 വിഭാഗമുണ്ടെങ്കിൽ ഓരോ വിഭാഗത്തിലും ചുരുങ്ങിയത് 3 ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ലിസ്റ്റ് ഉണ്ടാക്കണം. ഇങ്ങനെ 4 വിഭാഗമാണ് ഉള്ളതെങ്കിൽ 4 വിഭാഗത്തിൻ്റെയും ഇടയിൽ വീതിക്കുന്ന മുതൽ തുല്യമായിരിക്കണം. പക്ഷേ ഒരു വിഭാഗത്തിൻ്റെ ഉള്ളിലുള്ള 3 വ്യക്തികൾ, ചുരുങ്ങിയത് 3 വ്യക്തികൾ, ആ വ്യക്തികൾക്കിടയിൽ ഭാഗിക്കുന്ന മുതൽ തുല്യമായിരിക്കണമെന്നില്ല. യാത്രക്കാർ 3 പേരുണ്ട്, അവർക്കിടയിൽ വീതിക്കുന്നത് തുല്യമായിരിക്കണമെന്നില്ല. പക്ഷേ യാത്രക്കാരെന്നുള്ള വിഭാഗത്തിൻ്റെയും കടം കൊണ്ട് വലഞ്ഞിരിക്കുന്നവർ എന്ന വിഭാഗത്തിൻ്റെയും ഇടയിൽ തുല്യമായിട്ട് വീതിക്കണം. എന്നാൽ സക്കാത്ത് നൽകുന്ന മുതൽ വളരെ അധികമൊന്നും ഇല്ലെങ്കിൽ ഒരൊറ്റ വിഭാഗത്തിന് നൽകിയാൽ മതിയാകും എന്ന അഭിപ്രായവുമുണ്ട്. മറ്റ് മദ്ഹബുകളിലൊക്കെ അതുണ്ട്. ഷാഫി മദ്ഹബിൽ തന്നെ അത്തരത്തിലുള്ള അഭിപ്രായങ്ങളുമുണ്ട്. അവകാശികൾക്ക് നേരിട്ട് കൊടുക്കലാണ് ഏറ്റവും ഉത്തമമായത്. പരസ്യമായിട്ടുള്ള മുതലുകളൊക്കെ ഭരണാധികാരി കളക്ട് ചെയ്തിരുന്നു. രഹസ്യമായിട്ടുള്ള മുതൽ, കച്ചവടത്തിൻ്റെ ചരക്കിനുള്ള സക്കാത്തും പണത്തിനുള്ള സക്കാത്തും ഒക്കെ ഭരണാധികാരി ചോദിക്കേണ്ടതില്ല, ഭരണാധികാരിക്ക് കൊടുക്കേണ്ടതുമില്ലായിരുന്നു. ഭരണാധികാരി നിശ്ചയിച്ച ജോലിക്കാരന് നൽകുക എന്നതായിരുന്നു പരസ്യ മുതലിൻ്റെ രീതി. പക്ഷേ ഇന്ന് അത് വക്കീലിനെ ഏൽപ്പിച്ച് അദ്ദേഹത്തിന് വിതരണം ചെയ്യാം. പരസ്യ മുതലും രഹസ്യ മുതലും ഒക്കെയും വക്കീലിനെ ഏൽപ്പിക്കാം. ഒരു നാട്ടിൽ കുറേ സക്കാത്ത് ദായകർ ഒരുമിച്ച് ഒരു വക്കീലിന് അന്നാട്ടിലുള്ള അവകാശികൾക്ക് സക്കാത്ത് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കാം. അങ്ങനെ ഏൽപ്പിക്കുമ്പോൾ വക്കീൽ തൻ്റെ കൂലിയോ യാത്രാ ചെലവോ ഒന്നും സക്കാത്തിൻ്റെ ധനത്തിൽ നിന്ന് എടുക്കാൻ പാടില്ല. അങ്ങനെ വക്കീലിന് വല്ലതും നൽകണമെന്നുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് വേറെ മുതൽ നൽകണം. സക്കാത്തിൻ്റെ മുതലിൽ നിന്ന് വക്കീലിന് കൂലിയോ യാത്രാ ചെലവോ എടുക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെയാണ് സക്കാത്ത് വിതരണം ചെയ്യേണ്ടത്. ഒരു നാട്ടിൽ തന്നെയാണ് സക്കാത്ത് നൽകേണ്ടത്. വളരെ അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് ആ നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് സക്കാത്ത് മാറ്റാൻ പാടുള്ളൂ. നാട്ടിൽ ആവശ്യക്കാരുണ്ടെങ്കിൽ നാട്ടിലാണ്, കുടുംബത്തിൽ ആവശ്യക്കാരുണ്ടെങ്കിൽ കുടുംബത്തിലാണ് നൽകേണ്ടത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രയോറിറ്റി. നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് സക്കാത്തിനെ നീക്കാൻ വലിയൊരു അത്യാവശ്യം വേണം. ഇത്രയുമാണ് സക്കാത്തിൻ്റെ അവകാശികളെക്കുറിച്ചും സക്കാത്തിൻ്റെ വിതരണത്തെക്കുറിച്ചും പറയാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടന്ന 5 എപ്പിസോഡുമായി ബന്ധപ്പെട്ട് സംശയങ്ങളുള്ള ആളുകൾക്ക് സംശയങ്ങൾ വാട്സാപ്പിലോ ഇമെയിൽ വഴിയോ അയക്കാം. വാഹിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.